പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് തക്കോലയും പട്ടയും ഇട്ടതിന് ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ അതിലേക്ക് ഇടുക. അതിലേക്കിട്ട് ഒരുപാട് ഡ്രൈ ആകാതെ കുറേശ്ശെ ഇട്ടിട്ട് അത് ഹാഫ് ബോയിലായിട്ട് ആകുമ്പോൾ നല്ലപോലെ ബ്രൗൺ കളറിലായി അത് പൊരിഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് എന്നിട്ട് ഇപ്പോൾ അത് ഏകദേശം കോരണ്ട സമയമായി വരുന്നുണ്ട്. ഒന്നുകൂടെ ചുവപ്പ് കളറായിട്ട് വരുന്ന സമയത്ത് ഏകദേശം ഒരു ഹാഫ് ബോയിലായി വരുന്ന സമയത്ത് അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കണം. ഇപ്പം ആയിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലേക്ക് നമുക്ക് കോരിയെടുക്കാം. ഏകദേശം ഒന്നുകൂടെ നല്ലൊരു ബ്രൗൺ കളറാകണം. ഒരുപാട് അങ്ങ് ഡ്രൈ ആകുകയും ചെയ്യരുത്. എന്നാൽ ആ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്ന് എണ്ണയിൽ നിന്ന് തന്നെ അത് പാത്രത്തിലേക്ക് അത് കോരാനുള്ള ഇതായി. ഞാനത് ആദ്യം നമ്മളിട്ടത് അതേപോലെ തന്നെ ഒരു ഡ്രൈ ആയിട്ടുണ്ട്, ചെറിയ ഡ്രൈ ആയിട്ടുണ്ട്, മുരിഞ്ഞ് വരുന്ന രീതിയിലായിട്ടുണ്ട്. അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കോരണം. ഇപ്പോൾ അതായിട്ടുണ്ട്. ഞാൻ പാത്രത്തിലേക്ക് കോരുവാണ്. ആ പരുവത്തിന് വേണം എടുക്കാൻ. നമുക്ക് പരുവത്തിലെടുത്ത് പാത്രത്തിലേക്ക് കോരിയെടുത്തതിന് ശേഷം മുഴുവനും അതിൽ നിന്ന് കോരിയെടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള എണ്ണയിലേക്ക് നമുക്കിനി അതിൻ്റെ ബാലൻസ് ഇരിക്കുന്നതും കൂടെ അതിലിട്ട് ഇതേ രീതിയിൽ വറുത്ത് കോരിയെടുക്കണം. ബാക്കിയിരിക്കുന്ന സോയ ബാക്കി വരുന്ന എണ്ണയിലോട്ടിട്ട് അതും ഇതുപോലെ തന്നെ ഈ പരുവത്തിന് വറുത്ത് കോരിയെടുക്കണം.
അതും ഇപ്പം അതേപോലെ തന്നെ നമ്മൾ ആയിട്ടുണ്ട്. ഞാൻ ആ പാത്രത്തിലേക്ക് കോരിയെടുക്കുകയാണ്. അതേപോലെ കോരിയെടുത്തതിന് ശേഷം ഇപ്പം ഞാനെല്ലാം അതിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാത്രത്തിലെ എണ്ണയിൽ തന്നെ നമുക്ക് തീ കുറച്ചതിന് ശേഷം നമ്മൾ നമ്മളിനി സവാള അരിഞ്ഞത് അതിലേക്കിട്ട് സവാള അതിലേക്ക് അരിഞ്ഞിട്ടത് നന്നായിട്ട് ഒരുപാട് ബ്രൗൺ കളറാകുന്ന വരെ വേണ്ട, അല്ലാതെ വഴട്ടിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് ഒരു 10 കൊച്ചുള്ളി, ചെറിയ ഉള്ളി, അതും അതുപോലെ അരിഞ്ഞ് അതിനകത്ത് ഇടണം. അതിനകത്തിട്ട് രണ്ടും കൂടി ഒരുപാട് മൂക്കാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഒരുപാട് മുരിയാത്ത രീതിയിൽ ഒരു ചെറിയ മെറൂൺ കളറായാൽ മതി. ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. ചെറുതായിട്ട് വരണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ ചെറുതായിട്ട് വഴണ്ട് വരുന്നുണ്ട്. ഒരുപാടങ്ങ് ചുമപ്പ് കളറാകണ്ട. ഇനി നമുക്ക് കറിവേപ്പില, 2 പച്ചമുളക്,
മല്ലിയില ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പച്ചമുളക് ഇട്ട് ഇനി നമുക്കതിലേക്കൊരു അല്പം ഉപ്പിട്ട് കൊടുക്കണം. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടും, ടേസ്റ്റ് ഉണ്ടാവും. ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. പാകത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരല്പം മഞ്ഞൾപ്പൊടി, നമുക്ക് അതിൻ്റെ സമയമായി വരുന്നുണ്ട്. അതിന് മസാല ഗ്രേവിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളിച്ചെണ്ണ തികഞ്ഞില്ലെങ്കിൽ അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചിരിക്കുന്നതാണ്, അത് അതിലേക്കിട്ട് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിലേക്കിടുക. ഇട്ടതിന് ശേഷം പച്ചമണം മാറുന്നിടം വരെ നമ്മളത് വഴറ്റിക്കൊണ്ടിരിക്കണം. പച്ചമണം മാറുന്നിടം വരെ നമ്മളത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി നമുക്കതിലേക്ക് കാശ്മീരി മുളക് പൊടി പൊടിച്ചതാണ്, വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. കാശ്മീരി മുളക് പൊടിയും ഒരു 2 സ്പൂണ് നമ്മൾ മറ്റേതിനെ പുരട്ടിയിട്ടുണ്ട്, എന്നാലും ഒരല്പം കൂടി ഇടുക. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇടുക. അതും വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ്. അതെടുക്കുമ്പോഴാണ് നമുക്ക് നല്ല നാടൻ രുചി വരുന്നത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും നന്നായിട്ട് മുരിഞ്ഞ് അതിൻ്റെയും പച്ചമണം മാറിയതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എല്ലായിടവും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നല്ല പച്ചമണം നന്നായിട്ട് മാറണം. പച്ചമണം ഉണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് വേറെ ആയി പോകും. നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ അതിനകത്തേക്ക് നമുക്ക് തക്കാളി ഇടാൻ പാടുള്ളൂ.
തീ കുറച്ച് വെച്ച് വേണം നമ്മൾ മസാലകളെല്ലാം വറുക്കാൻ. ഇനി നമ്മുടെ ഗരം മസാലയാണ്, വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്, അതും അതുപോലെ അതിലേക്കിടുക. 2-2.5 സ്പൂൺ ഇടണം നമുക്ക്. അപ്പോൾ അത്രയും ഇതുള്ളത് കാരണം അതിന് നമ്മൾ മസാല ചേർത്തിട്ടില്ല. അത് കാരണം ഇതിന് മസാല ഒരു 2 സ്പൂൺ 2.5 സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല. എന്നിട്ട് അതൊരു വിധം മൂത്തായിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് നടുക്കായിട്ട് 2 ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ് ഞാനിപ്പോൾ അതിലേക്കിടുന്നത്. 2 ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതിലേക്കിട്ട് നന്നായിട്ട് ആ ഗ്രേവി മൂടി വെക്കുക. ആ തക്കാളി ഒന്ന് മൂടി വെക്കുക. ആ ചെറിയ ഉള്ളിയും വഴറ്റിയത് അതിലേക്കൊന്ന് മൂടി വെച്ച് ആ തക്കാളി ഒന്ന് നമുക്ക് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ചെറിയ തീയിൽ തീയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. 5 മിനിറ്റ് മൂടി വയ്ക്കുമ്പോൾ ആവിയിലിരുന്ന് ആ തക്കാളി നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടും. ഇപ്പം നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് തക്കാളി വഴന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ചാറ് പോലെ ആകരുത്. അതൊരു പരുവത്തിനാക്കി എടുത്ത് കഴിയുമ്പോൾ നമുക്കിത് ഡ്രൈ ആയിരിക്കാനുള്ള സാധനം ആയതുകൊണ്ട് നമുക്ക് അത്രയും മതി. നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കുക. ആ മസാലയും ആ തക്കാളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം പോരാങ്കിൽ നമ്മളൊരു ശകലം ഉപ്പും കൂടെ ഇടേണ്ടി വരും. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഒരു മെറൂൺ കളറിൽ ആയി വരുന്നുണ്ട്. അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഒരു 2 സ്പൂണോ അത് ആവശ്യത്തിന് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് ചേർക്കാം. ഇനി പുതിനയാണേ ഒരു സ്പൂൺ ഇട്ടാലും മതി. അതും ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇടുക. ഇട്ട് നന്നായിട്ട് വഴറ്റുക. രണ്ടും കൂടി നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴറ്റി വെക്കുക. ആയി വരുന്നുണ്ട്. നമ്മൾ വീട്ടിൽ പൊടിച്ച അല്പം മസാലയും കൂടെ അതിലേക്കിടുക. പെരിഞ്ജീരകം പൊടിച്ചതാണ്. പെരിഞ്ജീരകം അതും കൂടെ അതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെല്ലത്തിൻ്റെയും പച്ചമണം മാറണം. പച്ചമണം മാറിയില്ലെങ്കിൽ അത് നമുക്ക് വേറെ ഒരു മണം, ഒരു വല്ലാത്തൊരു സ്മെല്ലടിക്കും. അതുകൊണ്ട് നല്ലപോലെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഹാഫ് ബോയിലാക്കി വറുത്ത് കോരി വെച്ചിരിക്കുന്ന സോയ അതിലേക്ക് ഇട്ട് കൊടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഹാർഡായിട്ട് മൂത്ത് കിട്ടരുത്. ഹാഫേ ആകാവൂ. നന്നായിട്ട് യോജിപ്പിക്കുക. തീ കുറച്ച് വെച്ച് നന്നായിട്ട് യോജിപ്പിക്കുക. നന്നായിട്ട് യോജിപ്പിക്കണം. ആ സോയയിലെല്ലായിടവും മസാല പിടിക്കണം. മസാല പിടിക്കുന്നത് പോലെ നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ച് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇഷ്ടമുണ്ടെങ്കിൽ പെരിഞ്ജീരകം ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 സ്പൂണൊക്കെ ചേർക്കാം. പച്ചയ്ക്കാണേ, വറുക്കാതെ പച്ചയ്ക്ക് ഒരു 1.5 സ്പൂണ് പെരിഞ്ജീരകം അതിലേക്കിടുക.
ബാക്കിയിരിക്കുന്ന പുതിനയും മല്ലിയും കൂടെ അതിലേക്ക് തട്ടി കരിവേപ്പിലയിട്ട് ഒന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് കഴിയുമ്പോൾ